ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് തൻ്റെ വചനത്താൽ സൃഷ്ടിപ്പിൻ്റെ മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിച്ചവനാണ്. വചനം ജീവനും ചൈതന്യമുള്ളതാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ അത് ജീവനാണ്. കർത്താവ് പറഞ്ഞ വചനം ജീവനാണ്. അതുകൊണ്ട് തന്നെ വചനത്തിന് വളരെയേറെ പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. വചനം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. വചനം നിങ്ങളുടെ ആവശ്യങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പേർ ചൊല്ലി വിളിക്കുന്നതാണ്. വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചൈതന്യം തരുന്നതാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ വചനം എൻ്റെ പാതയ്ക്ക് വെളിച്ചമാണ്. വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് അധികം കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വചനത്തിൻ്റെ ശക്തി ഈ ലോകത്തിൽ എന്തിനേക്കാളും അപ്പുറത്താണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന വചനം നിങ്ങളുടെ അവസ്ഥയെ രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാം. നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സമയമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങളെ ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കുക. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസികളെ പോലെ പ്രകാശിക്കുന്നു. ഇവിടെ വചനത്തിൽ നമ്മളോട് ഓർപ്പിക്കുകയാണ്, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമാണ് നിങ്ങളിൽ. ദൈവമാണ് നിങ്ങളിൽ. ഇച്ഛിക്കുന്നത് നിങ്ങളിൽ ദൈവമാണ്, പ്രവർത്തിക്കുന്നത് നിങ്ങളിൽ ദൈവമാണ്. അപ്പം ഇവിടെ ഈ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച, അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഇച്ഛിക്ക എന്ന് പറഞ്ഞ് നിങ്ങളല്ല, ദൈവമാണ് നിങ്ങളിൽ ഇച്ഛിക്കുന്നത്. നിങ്ങളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇച്ഛയല്ല, ദൈവത്തിൻ്റെ ഇച്ഛയാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നിങ്ങളുടെ രോഗസൗഖ്യം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിടുതൽ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറയുടെ സൗഖ്യമെന്ന് പറയുന്നത്, നല്ല ഭാവി, അത് ദൈവത്തിൻ്റെ കൂടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ നിങ്ങളിൽ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഇച്ഛിക്കുന്നത് ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം നിങ്ങൾ ഇച്ഛിച്ചുകൊണ്ടാണ്, ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ ദൈവമാണ് ഇച്ഛിക്കുന്നത്. നിങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഇച്ഛയല്ല, അതിനപ്പുറത്തത് ദൈവത്തിൻ്റെ ഇച്ഛയാണ്. നിങ്ങളിൽ ഇച്ഛിക്കുന്നത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ദൈവമാണ് അത് ഇച്ഛിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അത്ഭുതം പ്രാപിച്ചിരിക്കും. നിങ്ങളുടെ രോഗസൗഖ്യം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. എന്നാൽ നിങ്ങൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്നാണ് നിങ്ങളുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? നിങ്ങൾ എന്നാണ് രോഗിയായത് അന്നു മുതലാണ്. എന്നാണ് നിങ്ങൾ ഈ കടഭാരത്തിൽ നിന്നൊരു വിടുതൽ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്? എന്ന് നിങ്ങൾക്ക് സാമ്പത്തിക പ്രതികൂലമുണ്ടായോ അന്നു മുതലാണ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ഒരു ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷമാണ് നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്.
എന്നാൽ പ്രിയപ്പെട്ടവർ, ഇവിടെ വചനം പറയുന്നു ദൈവമാണ് അത് ആഗ്രഹിക്കുന്നത്, ദൈവമാണ് അത് ഇച്ഛിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ രോഗം വന്നതിന് ശേഷം ആ രോഗസൗഖ്യത്തെക്കുറിച്ച് ആഗ്രഹിച്ചത്, നിങ്ങളൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് പ്രശ്നത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിച്ചത്. എന്നാൽ നിങ്ങൾ പ്രശ്നത്തിലാകുന്നതിന് മുമ്പേ, നിങ്ങൾ രോഗിയായി തീരുന്നതിന് മുമ്പേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രോഗികളായി തീരുന്നതിന് മുമ്പേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അനുഗ്രഹത്തെയും നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ നന്മയും ആഗ്രഹിച്ച ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ നിങ്ങളുടെ സമീപമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല, എന്നാൽ നിങ്ങളെ തൊടുവാൻ കഴിയുന്നവൻ നിങ്ങളുടെ സമീപമുണ്ട്. എനിക്ക് നിങ്ങളെ വേണ്ടപോലെ മനസ്സിലാക്കാൻ കഴിയത്തില്ല, എന്നാൽ നിങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന ഒരുവൻ നിങ്ങളുടെ സമീപേ ഈ സമയത്ത് നിൽപ്പുണ്ട്. ഇച്ഛിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ ദൈവമാണ് ഇച്ഛിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതല്ല, ദൈവമാണ് നിങ്ങളുടെ നന്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഉയർച്ച വേണമെന്നത് നിങ്ങളുടെ ബിസിനസ്സിലോ, നിങ്ങളുടെ ജോലിയിലോ, നിങ്ങളുടെ ശാരീരികമായ വിഷയത്തിലോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിലോ ഒരു ഉയർച്ച വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങളല്ല ആഗ്രഹിച്ചത്, നിങ്ങളിൽ ദൈവമാണത് ആഗ്രഹിക്കുന്നത്. ദൈവമാണത് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഒരു അത്ഭുതം നിങ്ങൾ പ്രാപിച്ചിരിക്കും. അതിന് സംശയമില്ല. നിങ്ങളത് പ്രാപിക്കും, നിശ്ചയമാണ്. നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയത് നിങ്ങൾ രോഗിയായതിനു ശേഷമാണ്. എന്നാൽ നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ പ്രശ്നത്തിന് ശേഷമാണ് അതിനൊരു പരിഹാരം നിങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തുവാനായിട്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ ഈ ലോകത്തിലേക്ക് അയച്ച് നിങ്ങളുടെ നന്മയെ കാംക്ഷിച്ചവൻ, നിങ്ങളുടെ ഉയർച്ചയെ കാംക്ഷിച്ചവൻ ഇപ്പോൾ നിങ്ങളുടെ സമീപമുണ്ട്. ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ, ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇച്ഛാ നിവൃത്തിയുടെ ശക്തി നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഇന്ന് പകൽക്കാലം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്ത് രൂപാന്തരം വരുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതാണ്. ഇവിടെ വചനം പറയുന്നു, ഇച്ഛിക്കുന്നത് നിങ്ങൾ അല്ല, നിങ്ങളുടെ അകത്ത് ദൈവമായി ഇച്ഛിക്കുന്നത്. നിങ്ങളുടെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഇതിനകത്തുനിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ ഭാരത്തോടിരിക്കുന്നോ? നിങ്ങളുടെ വിഷയത്തിൽ അത്ഭുതം ചെയ്യാനായിട്ട് കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ നാളുകളിൽ ഞങ്ങളുടെ കൂടിവരവിൽ ആരാധനയിൽ ഓരോ ആഴ്ചകളിലും അനേക അത്ഭുത വിടുതലുകളുടെ സാക്ഷ്യം ഞങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലരുടെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാതെ കണ്ണുനീർ വന്നുപോകും. ജീവിതത്തിൽ അവർ കടന്നുപോയ പ്രതികൂലങ്ങൾ, അവർ കടന്നുപോയ പ്രതിസന്ധികൾ, എന്നാൽ അതിൻ്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം വച്ച വിടുതലിനെ കുറിച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. ഒരു പക്ഷേ പറയാം അത് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ഒരു പക്ഷേ പറയാം അത് ഉപവസിച്ചത് കൊണ്ടാണ്, ഒരു പക്ഷേ പറയാം അത് ഇന്ന സ്ഥലത്ത് ഞങ്ങൾ പോയത് കൊണ്ടാണ്, ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥനയിൽ പങ്കെടുത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിൽ മേലായി ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ എവിടെ പോയതിന് മുമ്പ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ അത്ഭുത വിടുതലിനെ ആഗ്രഹിച്ച ഒരുവനാണ് നിങ്ങളുടെ സമീപം നിൽക്കുന്നത്. അവനാണ് ലോകത്തിൻ്റെ രക്ഷകൻ, അവനാണ് നിങ്ങളുടെ സ്നേഹിതൻ, അവനാണ് നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. അവൻ്റെ പേര് യേശു എന്നാണ്. യേശു നിങ്ങളുടെ വിടുതൽ ആഗ്രഹിക്കുന്നവനാണ്. യേശു നിങ്ങളുടെ സൗഖ്യം ആഗ്രഹിക്കുന്നവനാണ്. യേശു നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉയർച്ചയെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നവനാണ് യേശു. അതുകൊണ്ടാണ് അവൻ സ്വന്തം ജീവനെ പോലും ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി തന്നത്. അവൻ്റെ ആഗ്രഹം നിങ്ങളുടെ ഉയർച്ചയാണ്. നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. നിങ്ങൾ ഉയർച്ച പ്രാപിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അവൻ സ്വന്തം ജീവനെ പോലും ആദരിക്കാതെ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി ക്രൂശിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സാമ്പത്തിക വിഷയത്തിൽ ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് അത്യാഗ്രഹമായിട്ട് നിങ്ങൾ കാണണ്ട. ഇല്ലെങ്കിൽ നിങ്ങളൊരു സൗഖ്യം ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് എൻ്റെ രോഗമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ ഉയർച്ചയാണ് അവൻ്റെ ആഗ്രഹം. വചനം പറയുന്നു, അവയ്ക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നു, ഞാൻ അവയ്ക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ വന്നത്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളുടെ അകത്തു നിന്നും നിങ്ങളെ വിടുവിച്ച്, നിങ്ങളെ അനുഗ്രഹിച്ച്, നിങ്ങളെ ഉയർത്തുവാനായിട്ടാണ് യേശു വന്നത്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം നിങ്ങളെ രോഗിയാക്കി കിടത്താൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ തകർത്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ അനുഗ്രഹമാണ്.
കിടന്ന കിടക്കയിൽ ഒരു പക്ഷേ വർഷങ്ങളായിട്ട് കിടക്കുന്ന നിങ്ങൾ ഒരു സൗഖ്യം ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ചിന്തിക്കാതെ ദൈവത്തിൻ്റെ ഹിതമാ ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിടുതലാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. യേശു ആഗ്രഹിക്കുന്ന നിങ്ങളുടെ രോഗസൗഖ്യമാണ്. യേശു ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിവൃദ്ധിയാണ്. യേശു ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു ഉയർച്ചയാണ്. നിങ്ങളിന്ന് സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത് ദൈവത്തിൻ്റെ ഹിതമാ, ദൈവം ചിലതിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനല്ല നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിവൃദ്ധിയാണ്, നിങ്ങളുടെ സമൃദ്ധിയാണ്. അതുകൊണ്ട് തന്നെ വചനത്തിൽ പറയുന്നു, നീ വായ്പ വാങ്ങത്തില്ല, അനേക ജാതികൾക്ക് നീ വായ്പ കൊടുക്കും. അതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. നിങ്ങൾ ദാരിദ്ര്യത്തിൽ കൂടെ കടന്നുപോയി, തകർച്ചയിലേക്ക് കടന്നുപോയി, നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ സ്വസ്ഥതയും തകർന്ന് നിങ്ങൾ അനേകരുടെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമാകുവാനായിട്ടല്ല കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അതിനുവേണ്ടി അല്ല അവൻ തന്റെ രക്തം നിങ്ങൾക്കൊരു ക്രൂശിൽ ചീന്തിയത്. അതിനുവേണ്ടി അല്ല അവൻ തന്റെ ജീവനെ പോലും ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു തന്നത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും നിങ്ങളുടെ ജീവൻ സമൃദ്ധമായി തീരുവാനുമായിട്ടാണ് അവൻ അവനെ തന്നെ ഏൽപ്പിച്ചു തന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾ ഇച്ഛിക്കുന്നതിനേക്കാളും ശക്തമായിട്ട് നിങ്ങളുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്നവൻ, നിങ്ങളുടെ സൗഖ്യത്തെ ആഗ്രഹിക്കുന്നവൻ, നിങ്ങളുടെ തലമുറയുടെ നന്മയെ ആഗ്രഹിക്കുന്നവൻ, നിങ്ങളുടെ ഒരു ശക്തമായ ശുശ്രൂഷ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ സമീപം ഇപ്പോൾ ഉണ്ടാകും. നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ അരികിലുണ്ടവൻ. അവൻ നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. വചനം പറയുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങളല്ല, ദൈവമാണ് നിങ്ങളിൽ ഇച്ഛിക്കുന്നത്. ദൈവം നിങ്ങളുടെ അനുഗ്രഹം ഇച്ഛിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. അത് ഒരു പക്ഷേ ജന്മന ഉള്ളതായിരിക്കാം, അതൊരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് വന്നതായിരിക്കാം, ഒരു പക്ഷേ ആക്സിഡന്റ് കൊണ്ട് സംഭവിച്ചതായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം അത് തലമുറയായിട്ടുള്ള ശാപമാണെന്ന് പറഞ്ഞേക്കാം. എന്ത് തന്നെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകർ ഓരോ ദിവസവും കർത്താവിൻ്റെ അത്ഭുത സ്പർശനമേറ്റ് സൗഖ്യം പ്രാപിച്ചവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നത് വീണ്ടും വീണ്ടും ഉറപ്പോടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഇന്ന് നിങ്ങളോട് ഇത് വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ ദിവസം കൂട്ടായ്മയിൽ ഒരു പ്രിയ സഹോദരി ചെറുപ്പം മുതൽ അലർജിയുടെ പ്രോബ്ലമായിട്ട് പുറത്തിറങ്ങാൻ കഴിയത്തില്ല, അല്പം പോലും ഡസ്റ്റ് പൊടി ശ്വസിക്കാൻ കഴിയത്തില്ല, ഇല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് അലർജിക്കായിട്ട് പ്രോബ്ലമാണ്. മരുന്നുകൾ ചെറുപ്പം മുതൽ മരുന്ന് കഴിച്ച് വളരെ പ്രയാസത്തോടിരുന്നൊരു സഹോദരിയാണ്. കഴിഞ്ഞ ദിവസത്തെ കൂട്ടായ്മയിൽ അവർ പങ്കെടുത്തു. കർത്താവിൻ്റെ വലിയ കരം അവരുടെ മേൽ വ്യാപരിച്ചു. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ആ മകളുടെ മേൽ വ്യാപരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അലർജിയുടെ പ്രോബ്ലം കർത്താവ് അന്നത്തെ ആ രാത്രിയിലെ കൂട്ടായ്മയിൽ കർത്താവ് പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിച്ച് അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവർക്ക് തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു ഐസ്ക്രീം അവർ ശരിക്കും ആസ്വദിച്ച് കഴിച്ചു വർഷങ്ങൾക്ക് ശേഷം. ഇന്നവർ പൂർണ്ണ സൗഖ്യത്തോടെ ദൈവസ്ഥാനത്തിൽ സ്തോത്രത്തോടെ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞത് ജന്മന ഉള്ളതായിരിക്കാം, ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് വന്നതായിരിക്കാം. ഏതവസ്ഥയിൽ വന്നതാണെങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും. ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിനോ മനുഷ്യൻ്റെ സ്പർശനത്തിനോ മനുഷ്യൻ്റെ വാക്കുകൾക്കോ കഴിയുന്നതിനപ്പുറത്ത് ഹല്ലേലൂയ ഈ കർത്താവിൻ്റെ വചനത്തിന് കഴിയും. ഈ കർത്താവിൻ്റെ വചനത്തിന് കഴിയും. ഈ യേശുവിൻ്റെ വചനത്തിന് കഴിയും. വചനമാകുന്ന യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ സമീപം നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു. ഞാനത് വായിക്കാം. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ പറയുന്ന വാക്യം ഇതാണ്: ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത.
പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന രോഗം, അതിൻ്റെ വിടുതൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷമല്ല സംഭവിച്ചത്. അവൻ യേശു ക്രിസ്തു എന്ന് തന്നെത്താൻ നമ്മുടെ പാപനിമിത്തം ക്രൂശിലേൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ വിഷയത്തിന് മേൽ ഒരു അത്ഭുത വിടുതൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നൊരു അനുഗ്രഹത്തിന് വേണ്ടി കരഞ്ഞ് നിലവിളിക്കേണ്ട. നിങ്ങൾ അതിനുവേണ്ടി ഒരു പണിയും ചെയ്യേണ്ട. നിങ്ങളുടെ അനുഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുത്രനിലൂടെ നിക്ഷേപിച്ചു കഴിഞ്ഞു. നിങ്ങളതൊന്ന് പ്രാപിച്ചെടുത്താൽ മാത്രം മതി. നിങ്ങളുടെ മേലൊരു വിടുതൽ ഇന്ന് സാധ്യമാണ്. ഇവിടെ വചനത്തിൽ പറയുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം, ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നം, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ രോഗം, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ സാമ്പത്തിക പ്രതികൂലം, ഇന്ന് വർത്തമാനകാലത്തിൽ അത് സംഭവിക്കുന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലത്തിൽ ആമേൻ വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ രോഗത്തെക്കുറിച്ച്, നിങ്ങളുടെ ശാപത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് കരുതലുള്ളവരായ, നിങ്ങളുടെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവനായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, വചനം പറയുന്നു, ആരും അവനെ പിടിച്ച് നിർബന്ധിച്ചതല്ല. വചനത്തിൽ പറയുന്നു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്താം. അതിന് കാരണമുണ്ട്, നിങ്ങളെ അവൻ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ രോഗസൗഖ്യം ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ വിടുതൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശു നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആരും നിർബന്ധിച്ച് അവനെ ക്രൂശിൽ കയറ്റിയതല്ല. ആരും നിർബന്ധിച്ച് അവൻ്റെ തലയിൽ മുൾമുടി വെച്ചതല്ല. ആരും നിർബന്ധിച്ചല്ല അവനെ അങ്ങനെ മരണത്തിലേക്ക് തള്ളിയിട്ടത്. അവൻ തന്നെത്താൻ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ്? നിങ്ങളെ അവൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ വിടുതൽ എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹമാണ്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികാലം നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ഒരുവൻ നിങ്ങളുടെ സമീപേ നിൽപ്പുണ്ട്. നിങ്ങളുടെ കിടക്കയിലുണ്ട്. ആമേൻ. നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങളുടെ കൂടെ അവനുണ്ട്. ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കുവാൻ അവൻ ശക്തനായവനാ. അവൻ്റെ കരമെന്നും കുറുകിയിട്ടില്ല. അവൻ്റെ കാതുകളൊന്നും മന്ദമായിട്ടില്ല. അവനെ വിളിച്ചപേക്ഷിക്കുന്നവരാരെയും അവൻ കൈവിടത്തില്ല. അവൻ്റെ അടുക്കൽ വരുന്നവരെ ആരെയും അവൻ ഉപേക്ഷിക്കുകയില്ല. അവൻ്റെ അടുക്കൽ വരുന്നവരെ ആരെയും അവൻ അനാഥനായി വിട്ടുകളയത്തില്ല. അവൻ്റെ അടുക്കൽ വരുന്നവരെ അവൻ വെറുതെ മടക്കി അയക്കത്തില്ല. അവൻ നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായവനാണ്. വചനം പറയുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന്, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തുമായിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലം എന്തുമായിക്കോട്ടെ, വർഷങ്ങളായി നിങ്ങളൊരു വിടുതൽ ആഗ്രഹിച്ചിട്ട് ഇന്നുവരെയും അതിനകത്ത് തന്നെ കെട്ടപ്പെട്ട് നിങ്ങൾ കിടക്കുന്നെങ്കിൽ, ഇത് വർഷങ്ങളായിട്ട് നിങ്ങളൊരു അത്ഭുത സൗഖ്യം ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ സാമ്പത്തിക പ്രതികൂലത്തിൽ നിന്ന് ഒരു വിടുതൽ ആഗ്രഹിച്ച് ഇന്നുവരെയായിട്ട് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒന്ന് കരകയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിട്ട് ഇന്നുവരെയായിട്ടും നിങ്ങൾക്കൊരു അത്ഭുതം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വിവാഹം കഴിഞ്ഞു അനേക വർഷങ്ങളായി ഒരു തലമുറയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനായി യേശു ഇന്ന് നിങ്ങളുടെ സമീപേ നിൽപ്പുണ്ട്. ഇന്ന് നിങ്ങളുടെ സമീപേ നിൽപ്പുണ്ട്. ആ യേശു നിങ്ങളുടെ അവസ്ഥകൾക്ക് രൂപാന്തരം വരുത്തുന്നവൻ, ആ യേശു നിങ്ങളുടെ അവസ്ഥകളെ പരിഹരിക്കുന്നവൻ, യേശു നിങ്ങളെ ഉയർത്തുവാൻ കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോഴനുഭവിക്കുന്ന പ്രശ്നത്തെ നിങ്ങൾ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തവൻ ഞാൻ വീണ്ടും അത് പറയട്ടെ, നിങ്ങളുടെ രോഗസൗഖ്യം നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ രോഗിയായതിനു ശേഷമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഭൂമിയിൽ ഉൽപ്പത്തിയാകുന്നതിന്, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വിടുതലിനെ ആഗ്രഹിച്ചൊരുവനാം നിങ്ങളുടെ സമീപം നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നത്തെ ദൈവഹിതമായിട്ട് കണ്ട് ഹല്ലേലൂയ അതിൻ്റെ പുറകെ അതിനെ നിങ്ങൾ ഓമനിച്ചുകൊണ്ട് നടക്കണ്ട. നിങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ളവരും നിങ്ങളെ സമീപേ ഉണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനാ. ആരും നിർബന്ധിച്ച് അവനെ ആക്കിയതല്ല, അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാ. എന്തിനാണെന്നറിയാമോ? ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങൾ ഏത് മേഖലയിൽ ഇന്ന് തകർക്കപ്പെട്ടിരിക്കുന്നു അവിടെ തന്നെ, ഏത് ദേശത്ത് നിങ്ങൾ ഉടയ്ക്കപ്പെട്ടിരിക്കുന്നു അവിടെ തന്നെ, ഏത് ദേശത്ത് നിങ്ങളൊരു നിന്ദാവിഷയമായിരിക്കുന്നു അവിടെ തന്നെ, ഏത് കുടുംബത്തിൽ നിങ്ങളൊരു ശാപം പോലെയായി എല്ലാവരാലും നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവിടെ തന്നെ ആ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന്, ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തവൻ.
പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, അവൻ ഏൽപ്പിച്ചു കൊടുത്തൊരു ത്യാഗമായിട്ടല്ല, നിങ്ങളെ വിടുവിക്കാനായിട്ടാണ്. അവൻ ഏൽപ്പിച്ചു കൊടുത്ത സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അവൻ ക്രൂശിൽ മരിച്ചത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ വിടുതൽ ആയി കഴിഞ്ഞു. നിങ്ങളത് വിശ്വസിച്ചേ മതിയാകൂ. നിങ്ങളുടെ രോഗത്തിൻ്റെ മേൽ ഒരു വിടുതൽ അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നിങ്ങളുടെ മേൽ സംഭവിച്ചു കഴിഞ്ഞു. അവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിന് മേൽ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുക. അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കേണ്ടതിന്. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് നിങ്ങളെ വിടുവിക്കാനായിട്ടാണ്. അതവൻ്റെ ആഗ്രഹമാണ്. ഇച്ഛിക്കുക എന്നത് ദൈവമാണ്. നിങ്ങളുടെ സൗഖ്യം ഇച്ഛിക്കുന്നത് ദൈവമാണ്. നിങ്ങളുടെ വിടുതൽ ഇച്ഛിക്കുന്നത് ദൈവമാണ്. നിങ്ങളുടെ അനുഗ്രഹം ഇച്ഛിക്കുന്നത് ഈ കർത്താവാണ്. നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നത് യേശുവാണ്. ആ യേശു നിങ്ങളുടെ സമീപം നിൽപ്പുണ്ട്. അവൻ യാഥാർത്ഥ്യമാണ്. അവൻ യാഥാർത്ഥ്യമാണ്. അവൻ നിങ്ങളുടെ അരികിലുണ്ട്. അവനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിടുതൽ ഇച്ഛിക്കുന്ന കർത്താവ് എന്ന് നിങ്ങളെ തൊട്ട് വിടുവിക്കുവാൻ ശക്തനായവനാണ്. എനിക്ക് നന്നായിട്ടറിയാം. ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ ചില അത്ഭുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ചില സാക്ഷ്യങ്ങൾ വിളിച്ചു പറയാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ആത്മാവിലത് കാണുന്നു. നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായവൻ, ഹല്ലേലൂയ, വാക്ക് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നവൻ ഇന്ന് നിങ്ങളുടെ സമീപം നിപ്പുണ്ട്. അവൻ്റെ അടിപ്പിണരുകൾ നിങ്ങളുടെ രോഗത്തിൽ നിന്ന് സൗഖ്യം വരുത്തി കഴിഞ്ഞു. നിങ്ങളത് വിശ്വസിക്കുക. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ തരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ ഏൽപ്പിച്ചു കൊടുത്തത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ. ഞാനിപ്പോഴായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് കർത്താവിനെ വിടുവിച്ച് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അസാധ്യങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സാധ്യമായി മാറാൻ പോവുക. കാരണം വചനം പറയുന്നു, ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ വിടുതലിനായിട്ട് അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുത്തത് നിങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ടാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ അത് ക്രിസ്തുയേശുവിൽ, നമ്മളെ വചനത്തിൽ പറയുന്നു, ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്. അപ്പോൾ നമ്മളെ വചനത്തിൽ പറയുന്നു, ക്രിസ്തുയേശുവിൽ, നമ്മളെ ക്രിസ്തുയേശുവിൽ ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർപ്പിച്ചു. അപ്പോൾ നിങ്ങളായിരിക്കുന്ന ഏതവസ്ഥയിൽ നിന്നും ക്രിസ്തുയേശുവിൽ അവൻ നിങ്ങളെ ഉയർപ്പിച്ചത് എങ്ങനെയാ? യേശുവിൽ. അപ്പോൾ വചനം പറയുന്നത് അനുസരിച്ച്, എഫേസ്യ ലേഖനം 2:7 പറയുന്നത് അനുസരിച്ച്, നിങ്ങൾ എഴുന്നേറ്റത് ക്രിസ്തുയേശുവിലാ. നിങ്ങളെപ്പോഴായിരിക്കുന്നത് ക്രിസ്തുയേശുവിലാ. നിങ്ങൾ രോഗത്തിലായിരിക്കുകയല്ല, നിങ്ങൾ ക്രിസ്തുയേശുവിലായിരിക്കുക. നിങ്ങൾ കടഭാരത്തിലായിരിക്കുകയല്ല, നിങ്ങൾ യേശുവിലായിരിക്കുക. നിങ്ങൾ നിരാശയിലായിരിക്കുകയല്ല, നിങ്ങൾ യേശുവിലായിരിക്കുകയാണ്. അവൻ ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ നിങ്ങളെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഏതുതരം പ്രശ്നത്തിൽ കൂടെ കടന്നു പോയാലും, ഏതുതരം പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും, ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു, ക്രിസ്തുയേശുവിൽ അവൻ നിങ്ങളെ ഉയർപ്പിച്ചു, അവനോട് കൂടെ ഉയർപ്പിച്ചു. ഇന്ന് ക്രിസ്തുയേശുവിനോട് കൂടെ ആമേൻ നിങ്ങളെ ഉയർപ്പിച്ചു, അവനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ രോഗത്തിൻ്റെ അവസ്ഥയിലായതിനു ശേഷമല്ല ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന് ആമേൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റോ അന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിശാചൊരു നുണക്കഥ നിങ്ങളോട് പറയും, നിനക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, നിനക്ക് നടക്കാൻ പറ്റത്തില്ല, നിനക്ക് നന്നായിട്ട് ജീവിക്കാൻ സാധ്യമല്ല, നിനക്ക് മനുഷ്യരുടെ മുമ്പിൽ ഒരു വില കിട്ടത്തില്ല എന്ന് സമൂഹം അല്ലെങ്കിൽ പിശാച് നിങ്ങളോട് നുണ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം വിശ്വസിച്ചേ മതിയാവൂ. യേശുവിൻ്റെ കൂടെ പിതാവായ ദൈവം നിങ്ങളെ ഉയർപ്പിച്ചു. നിങ്ങളുടെ കിടക്കയെ മാറ്റി വിരിച്ച്, നിങ്ങളുടെ തകർച്ചയെ മാറ്റി, അവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് തകർച്ച മാറ്റി, അവൻ യേശുവിൻ്റെ കൂടെ നിങ്ങളെ ഉയർപ്പിച്ചിരിക്കും.
പ്രാർത്ഥിക്കുക. ഇന്ന് യേശുവിൻ്റെ കൂടെ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആരുടെ കൂടെ? യേശുവിൻ്റെ കൂടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ യേശുവിൻ്റെ കൂടെയാ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശു നിങ്ങളുടെ കൂടെയാ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ യേശുവിൻ്റെ കൂടെയാ. അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവൻ്റെ കൂടെ പിതാവായ ദൈവം നിങ്ങളെ ഉയർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ കാണുന്നു നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില അത്ഭുത വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. കർത്താവ് നിങ്ങളുടെ വിടുതലിനെ ഇച്ഛിച്ചുകൊണ്ട് നിങ്ങളുടെ സമീപം നിൽപ്പുണ്ട്. വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഒരു വലിയ വിടുതൽ നിങ്ങളുടെ മേലെ അയക്കാൻ പോവുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, കർത്താവ്, ഞങ്ങളുടെ നന്മയെ ഇച്ഛിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഉയർച്ചയെ ഇച്ഛിക്കുന്നവനായ ദൈവമേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അലർജി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്കിന്നിൽ ഹല്ലേലൂയ അലർജി മരുന്ന് കഴിച്ചിട്ടും അത് സൗഖ്യമാകാതെ ഹല്ലേലൂയ അതുകൊണ്ട് പുറത്തിറങ്ങുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഫംഗ്ഷനുകൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാതെ ശരീരത്തിൽ ഈ രോഗത്തെ വഹിച്ചുകൊണ്ട് ഭാരത്തോടായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അലർജികൾ സൗഖ്യമാകട്ടെ. വിടുവിക്കുന്ന കർത്താവിൻ്റെ കരം ഇപ്പോൾ വ്യാപരിക്കട്ടെ. വിടുവിക്കുന്ന ദൈവകരം ഇപ്പോൾ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ നന്മയെ ഇച്ഛിക്കുന്ന ദൈവം, ഞങ്ങളുടെ ഉയർച്ചയെ ഇച്ഛിക്കുന്ന ദൈവം, ഞങ്ങളുടെ അനുഗ്രഹത്തെ ഇച്ഛിക്കുന്ന ദൈവം ഇപ്പോൾ തന്നെ അത്ഭുതകരമായ ഒരു വിടുതൽ ഇവിടെ മേൽ അയക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹല്ലേലൂയ ഞങ്ങളുടെ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാനായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ, ഞങ്ങളുടെ ഭാരത്തിന്, ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക്, ഞങ്ങളുടെ സാമ്പത്തിക പ്രതികൂലങ്ങൾക്ക് അറുതി വരുത്തുവാനായിട്ട്, ഞങ്ങളുടെ രോഗക്കിടക്കെ മാറ്റി ായിട്ട്, ഞങ്ങളുടെ ദാരിദ്ര്യത്തെ മാറ്റി എഴുതുവാനായിട്ട്, ഞങ്ങളുടെ കടഭാരത്തെ ഇല്ലാതാക്കുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതലിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്ന കർത്താവേ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വാത്സല്യ മക്കളെ തൊടുന്നതിനായി സ്തോത്രം. അവിടെ നയിക്കുന്ന വലിയ വിടുതലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൃപയെ സൂക്ഷിക്കണമേ. എല്ലാ മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിനും യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം വലിയ വിടുതലുകൾ അയച്ചിരിക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹത്തോടു കൂടി ആയിരിക്കുന്നു. ഇതിൽ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലും അതുപോലെ ഫോൺ നമ്പറുകളിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.